2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇതൊരു ലൈനായി സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അത് ഓരോ തെരഞ്ഞെടുപ്പിലും, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ ഉപതെരഞ്ഞെടുപ്പ് വലിയ തോതിൽ ഉപയോഗിക്കുന്നു. നിലമ്പൂർ അതിൻ്റെ മാരക പ്രഹരശേഷിയിൽ ഉപയോഗിക്കുന്നു. നിലമ്പൂരിൽ പെഹൽഗാമാണ് തുരുപ്പുചീട്ടായി ഉപയോഗിച്ചത്. കാരണം പെഹൽഗാമിന് തൊട്ട് ശേഷമാണ് നിലമ്പൂർ നടക്കുന്നത്. ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ രാക്ഷസവൽക്കരിക്കുക എന്ന് പറയുന്ന പദ്ധതി അതിൻ്റെ പരമാവധിയിൽ പ്രയോഗിച്ചു. ഇപ്പോൾ അത് ഒരു പടി കൂടി കടന്നിട്ട് എന്താണ് മാറാട് എന്ന് പറയുന്ന കേരള ചരിത്രത്തിലെ വലിയൊരു ആക്രമണം, പല സ്വഭാവത്തിൽ കേരളീയ സമൂഹത്തിൽ ആഘാതമേൽപ്പിച്ചൊരു സംഭവമാണ് മാറാട് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. 2002 2003 നടന്നിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അത് മാന്തി പൊളിച്ചെടുത്തിട്ട് അത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചയാക്കണം എന്നാണ് CM തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതേക്കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുന്നതും ബാലൻ സംസാരിക്കുന്നതും ബാലനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത്. അപ്പോൾ ഇത് സാധാരണ ചർച്ചകളിൽ വരുന്ന ഈ പണി മുസ്ലിം രാക്ഷസവൽക്കരണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ചെയ്യുന്നത്. ഇപ്പം UDF അധികാരത്തിൽ വന്ന് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവും. അതെങ്ങനെ ആകും എന്നുള്ളതിൻ്റെ യുക്തിപരമായിട്ടുള്ള സംഗതികളൊക്കെ വിട്ടേക്കൂ. മുസ്ലിം ആഭ്യന്തരമന്ത്രിയാവും, എന്നിട്ട് മാറാടുകൾ ആവർത്തിക്കും. ആ ഊന്നൽ ശ്രദ്ധിക്കണം. മാറാട് ആവർത്തിക്കുന്നല്ല, 1ഉം 2ഉം മാറാടല്ല, മാറാടുകൾ ആവർത്തിക്കും എന്നാണ് AK ബാലൻ പറയുന്നത്. അപ്പോൾ ഈ മുസ്ലിം രാക്ഷസവൽക്കരണ പദ്ധതി അത് നടപ്പിലാക്കിയാൽ അപ്പുറത്ത് ഹിന്ദുവിനെ ഉണർത്താൻ പറ്റും എന്നുള്ളതാണ്. ഒരേ സമയം മുസ്ലിം രാക്ഷസവൽക്കരണ പദ്ധതിയും ഹിന്ദു ഉണർത്തൽ പദ്ധതിയും ഇത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അത് വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ അതിൽ ബാലൻ്റെ പ്രസ്താവനയോ അതിനെ പിന്തുണക്കുന്ന മുഖ്യമന്ത്രിയുടെ സമീപനത്തെയോ അനുകൂലിച്ചുകൊണ്ട് ഇടതുപക്ഷത്തു നിന്ന് പോലും ആരും രംഗത്ത് വന്നിട്ടില്ല. അത് നമ്മൾ കാണണം. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ നേതാക്കൾ അതിനെതിരായിട്ടുള്ള ബൈറ്റുകൾ വരുന്നുണ്ട്. കൃഷ്ണദാസിൻ്റെ ബൈറ്റ് വരുന്നുണ്ട്, LDF കൺവീനറുടെ ബൈറ്റ് വരുന്നുണ്ട്. ഇടതുപക്ഷത്തുള്ള സാംസ്കാരിക പ്രവർത്തകർ അതിനെതിരായിട്ടുള്ള ശബ്ദം സോഷ്യൽ മീഡിയയിലൊക്കെ ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷത്തിന് വേണ്ടി വരുന്ന ആളുകൾ പോലും ഇതിൽ ബാലനെ കൈയൊഴിയുന്നതാണ് കാണുന്നത്. ഒരേ ഒരു മനുഷ്യനാണ് ഈ ബാറ്റൺ സ്വീകരിച്ചിട്ടുള്ളത്. അതാരാണ്? നമ്മുടെ BJPയുടെ പ്രസിഡന്റ് RC എന്താണ്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് 100 ദിന ക്യാമ്പയിൻ നടത്താൻ പോകണമെന്നാണ്. അപ്പോൾ AK ബാലൻ ഒരു കാര്യം പറയുന്നു, മുഖ്യമന്ത്രി അതിനെ എൻഡോസ് ചെയ്യുന്നു, ആ ബാറ്റൺ ഏറ്റെടുക്കുന്നു, രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്നു, 100 ദിവസം ഈ ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ് എന്ന് പറയുന്നു. ഇവിടെയാണ് അപ്പം ആളുകൾ ചോദിക്കുന്നില്ല, ഈ മുസ്ലിം രാക്ഷസവൽക്കരണ പദ്ധതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരാജയപ്പെട്ടിട്ടും വീണ്ടും അതേ നാണയം, അതേ സ്ലോഗൻ ഈ ഇലക്ഷനിലും എന്തുകൊണ്ടായിരിക്കും CPM അല്ലെങ്കിൽ പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത്? പരാജയപ്പെട്ടൊരു പദ്ധതി വീണ്ടും എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന കൗതുകം പല ആളുകളും പങ്കുവെക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കാണേണ്ടത് ഇത്തവണ അത് പരാജയപ്പെടില്ല, വേറെ നിലക്കുള്ള ചില ഡീലുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യം അവിടെയാണ്. എന്താണെന്ന് വെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനിൽ കേരളം ഭരിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമല്ല, അല്ല അത് നടക്കാനും പോകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സെലക്ട് ചെയ്തിട്ടുള്ള അവരുടെ സെലക്റ്റഡ് മണ്ഡലങ്ങളുണ്ട്. അവരെന്ന് A+ എന്നൊക്കെ പറയുന്ന കുറച്ച് ഫ്യൂ ഡസൻ, ഒരു പരമാവധി പോലെ 30-34 മണ്ഡലങ്ങളുണ്ട്. അതിൽ തന്നെ അഗൈൻ A+ ആക്കിയുള്ള 10-11 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ടാർഗറ്റ് ഈ ഇലക്ഷനിൽ അവരെ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. 10, 12, 11 ആ വരുന്ന A+ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലെ മണ്ഡലങ്ങൾ, അതിനകത്ത് അവർക്ക് വിജയിക്കണം. ബാക്കിയുടെ ആർക്ക് വിജയിക്കാം? LDFന് വിജയിക്കാം. അങ്ങനെ ഒരു ഡീൽ രൂപപ്പെടുകയാണോ? നേരത്തെ തന്നെ ഉണ്ട്. RSSൻ്റെ പ്ലാൻ എന്താണ്? ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട RSSൻ്റെ പ്ലാൻ എന്താണ്? UDF അധികാരത്തിൽ വരണമെന്നുള്ളതാണോ LDF അധികാരത്തിൽ വരണമെന്നുള്ളതാണോ? അപ്പോൾ RSSൻ്റെ പ്ലാൻ LDF അധികാരത്തിൽ വരണം എന്നുള്ളതാണെങ്കിൽ അതേകൻ RSSനെ പോലുള്ള ഒരു മണ്ഡലത്തിൽ 5000-ഓ 3000-ഓ 5000-ഓ വോട്ട് മറിച്ചു കൊടുക്കുക എന്നാണ് RSSന് പ്രത്യേകിച്ച് പണിയുള്ള സംഗതിയല്ല. അവർ കാഡർ ബേസ്ഡ് അല്ല, വെൽ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇത് ആ നിലക്കുള്ള ഒരു ലാർജർ ഡീലിൻ്റെ ഭാഗമാണ്. ബാലൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നാണ് ബാലനൊന്നും കയറ്റി പറഞ്ഞു നോക്കിയാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ. അങ്ങനെയൊന്നുമല്ല. ഇതൊരു ലാർജർ ഡിസൈൻ, ഒരു ഗ്രേറ്റർ ഡീൽ,
ഇതിൻ്റെ പിറകിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വിമർശനം ലെഫ്റ്റ് ക്യാമ്പിൽ നിന്ന് തന്നെ വന്നിട്ടും മുഖ്യമന്ത്രി ഇതിൽ ഉറച്ചു നിൽക്കുകയും ബാലന് കട്ട സപ്പോർട്ട് പ്രഖ്യാപിക്കുകയും അതിനെ സാധൂകരിക്കാൻ വേണ്ടി മറ്റു പല കാര്യങ്ങൾ പഴയ ആൻ്റണിയുടെ പ്രസ്താവനകളൊക്കെ കൊണ്ടുവരികയും ചെയ്യണമെങ്കിൽ ദിസ് ഈസ് എ വെൽ ഡിഫൈൻഡ് ഗ്രേറ്റർ ഡീൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് തന്നെയായിരിക്കും മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്.